കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇതാ വരാൻ പോവുകയാണ്. BJP ഓൾറെഡി അവരുടെ പട്ടികയിൽ ഏതാണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് അവരുടെ പട്ടിക മുഴുവൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ കേരളത്തിൻ്റെ മത്സര ചിത്രം തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ വിഷയങ്ങളെ മുൻനിർത്തിയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ സജീവമാവാൻ പോകുന്നത് എന്നതാണ്. ദേശീയ തെരഞ്ഞെടുപ്പാണ്, സ്വാഭാവികമായിട്ടും ദേശീയ രാഷ്ട്രീയവും അവിടെയൊക്കെ ഇതിനു മുമ്പ് ഇപ്പോൾ നിലവിലുള്ള സർക്കാർ സ്വീകരിക്കുന്ന നയസമീപനങ്ങളൊക്കെ വരും. കേരളത്തെ ഒരു ഫോക്കസ് എവിടെയായിരിക്കും? ദാവൂദ് സാഹിബിന് എന്താണ് തോന്നുന്നത്? കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂലക്കല്ല് എന്ന് പറയുന്ന സംഗതി എന്തായിരിക്കും? കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിനുള്ള ഏറ്റവും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അതിന് വലിയൊരു മുറുക്കം ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇവിടെ ആരാണ് മത്സരിക്കുന്നത്? ഇവിടെ മത്സരിക്കുന്നത് ദേശീയ തെരഞ്ഞെടുപ്പാണല്ലോ. ദേശീയ തലത്തിലുള്ള ഒരു മുന്നണിയിലെ വിവിധ ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന ഒരു സൗഹൃദ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. 1-2 മണ്ഡലങ്ങൾ വേണമെങ്കിൽ തിരുവനന്തപുരത്തും ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി അതിൻ്റെ ആ മുറുക്കം പോയിട്ടുണ്ട്. തിരുവനന്തപുരവും തൃശ്ശൂരോ ഒക്കെ ഒരു ത്രികോണ മത്സരമുണ്ട്, അല്ലെങ്കിൽ ത്രികോണ മത്സരത്തിൻ്റെ ഒരു പ്രതീതിയുണ്ട് എന്നെങ്കിലും പറയാം. ബാക്കി എല്ലാ സ്ഥലങ്ങളും നടക്കുന്നത് ഒരു ദേശീയ മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള മത്സരമാണ്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും അതിന് മുറുക്കമില്ല. ഈ സൗഹൃദ മത്സരത്തിൽ വളരെ കാഷ്വലായിട്ട് ആളുകൾക്ക് വളരെ കൂളായിട്ട് വോട്ട് ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ് തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ടയാക്കുക എന്നുള്ളത് തന്നെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് ആലോചിക്കേണ്ടി വരുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇദ്ദേഹത്തിൻ്റെ ഗോവിന്ദൻ മാഷ്ട പത്രസമ്മേളനം ശ്രദ്ധിക്കുകയായിരുന്നു. അതിൻ്റെ ആദ്യ ഭാഗം അദ്ദേഹം നല്ലൊരു സമയം ചെലവഴിക്കുന്നത് കോൺഗ്രസ് BJP ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ അജണ്ട എന്താണ്? മോഡി വിരുദ്ധത അല്ലെങ്കിൽ BJP വിരുദ്ധത, ഈ ഹിന്ദുത്വ രാഷ്ട്രീയ വിരുദ്ധത. അപ്പോൾ ആരാണ് ഏറ്റവും മികച്ച മോഡി വിരുദ്ധൻ അല്ലെങ്കിൽ ഈ BJP സർവാധികാര ഇതിനോടുള്ള എതിർപ്പ് അപ്പോൾ അതിൽ ഞങ്ങളാണ് അതിലേറ്റവും മികച്ചവർ, കോൺഗ്രസ് അതിൽ ദുർബലരാണ് എന്നൊരു മെസ്സേജ് കൊടുക്കാനാണ് CPM ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചും കൂടെ കടത്തിയിട്ട് കോൺഗ്രസ് അപ്രസക്തമായിരിക്കുന്നു. ഞങ്ങളും BJP തമ്മിലാണ് മത്സരമെന്ന് കഴിഞ്ഞ ദിവസം EP ജയരാജൻ പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു ടെമ്പോ, ഞങ്ങളാണ് BJPയെ തോൽപ്പിക്കുക, മോഡിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ലക്ഷ്യം, അതിൽ ഞങ്ങളാണ് നമ്പർ 1 എന്ന് സമർത്ഥിക്കാനാണ് LDFും CPM ശ്രമിക്കുക. ഇതിലൊരു വൈരുദ്ധ്യം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കൗതുകം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഉത്തരേന്ത്യയിൽ ആരാണ് മികച്ച ഹിന്ദു, മികച്ച നല്ല രാമഭക്തരാരാണ്, രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ആരാണ് കൂടുതൽ സ്റ്റെപ്പ് എടുത്തിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ് അവിടെ കോൺഗ്രസും BJPയും തമ്മിൽ മത്സരിക്കുന്നതെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് ആരാണ് ഏറ്റവും മികച്ച ഹിന്ദുത്വ വിരുദ്ധം എന്നുള്ളത്. അത് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗുണപരമായിട്ടുള്ളൊരു മാറ്റമാണ്. ഇതേ സെനാരിയോ തന്നെയാണ് നമുക്ക് കർണാടകയിലും കാണാൻ സാധിക്കുക, തമിഴ്നാട്ടിലും കാണാൻ സാധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു മതേതര വിശ്വാസി അല്ലെങ്കിൽ ജനാധിപത്യ പുരോഗമന രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്ചര്യത്തോടെയും കൗതുകത്തോടെയും വളരെ റിലാക്സ്ഡായിട്ടും സമീപിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് വലിയ മുറുക്കങ്ങളുണ്ടാവില്ല. പിന്നെ ഇടയ്ക്ക് കയറി വരുന്ന വിഷയങ്ങൾ, സിദ്ധാർത്ഥൻ്റെ മരണം പോലെയുള്ള ഇവിടെ ഈ ശമ്പള പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി, സപ്ലൈക്കോ കാലിയായി കിടക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. സിദ്ധാർത്ഥന് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വരും. സിദ്ധാർത്ഥന് വേണ്ടി ഒരു വോട്ട് എന്ന് നിശ്ചയമായും UDF ഈ തെരഞ്ഞെടുപ്പിൽ ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. കോൺഗ്രസ് എടുത്തിടാവുന്ന ഒരു തുരുപ്പിച്ചിട്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പിണറായി വിജയൻ ഇപ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ ഉയർത്തുന്നുണ്ട്, പിണറായി വിജയനും BJPയും തമ്മിൽ ചില ഡീലുകളുണ്ട്. ലാവ്ലിംഗ് കേസിൻ്റെ കാര്യം ഇങ്ങനെ കുറേ പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് തൃശ്ശൂരിലെ CPIക്കാരോട് പറയും, നിങ്ങൾ വെറുതെ മെനക്കെടണ്ട, അത് ഡീലാക്കിയതാണ്, നിങ്ങൾ കൈപ്പത്തി കൂത്തിക്കോളൂ എന്നുള്ള ആ നിലക്കുള്ള BJPയെ തോൽപ്പിക്കാനാണ് നിങ്ങൾ പണിയെടുക്കുന്നതെങ്കിൽ തൃശ്ശൂരിൽ കൈപ്പത്തി കുത്തിക്കോളൂ, ഇത് ഡീലാക്കിയതാണ് എന്നുള്ള ആ ക്യാമ്പയിനൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാവും ഇതിന് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ചില അന്തർധാരകളും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് മുസ്ലിം ലീഗും CPMും തമ്മിലുള്ള, മുസ്ലിം ലീഗ് എന്ന് പറയാൻ പറ്റില്ല, മുസ്ലിം ലീഗ് ലീഡർഷിപ്പിലെ ചിലരും CPMും തമ്മിലുള്ള അന്തർധാരകൾ എന്തായിരിക്കും, ഇത്ര സീറ്റ് നിങ്ങൾക്ക് മേടിച്ചു തരാം എന്ന വല്ല ഡീലും ഉണ്ടായിട്ടുണ്ടോ, എങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ കോഴിക്കോട്ടും മലപ്പുറത്തോടൊക്കെ നടക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ എന്തെങ്കിലും വർക്കാവുമോ, നമ്മളൊന്നും വിചാരിക്കാത്ത തലത്തിൽ അത് അടിയിൽ കൂടെ നടക്കുമോ എന്നുള്ളതാണ്
ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്ചര്യമാകാൻ പോകുന്ന കാര്യം. അതർവൈസ് വളരെ കൂളായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി മാച്ച് എന്നുള്ളത് എനിക്ക് കാണാമെന്നുണ്ട്. നാസറിക്ക് തോന്നുന്നത് എന്താണ് ഇതിനകത്തുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് എന്തെങ്കിലും? പറഞ്ഞ പോലെ അത്ര കൂളായിരിക്കുമെന്നും ഫ്രണ്ട്ലി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പാർലമെൻറ്റിലേക്കാണെങ്കിലും കേരളത്തിൽ തുടർഭരണം കിട്ടിയിട്ട് 2ാം ടേം ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാരും അതിൻ്റെ നയിക്കുന്ന പാർട്ടി മുഖ്യമന്ത്രിയും അതിഭയങ്കരമായ ആൻറ്റി ഇൻക്യുംബൻസി ഫാക്ടറിന് ഇവിടെ നേരിടേണ്ടി വരും. 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, 13 ജില്ലകളിൽ 13 എന്ന് പറഞ്ഞുകൂടാ, ആലപ്പുഴ ജില്ലയിൽ ഇല്ലയെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ആദികാട്ടുകുളങ്ങര കൃഷിമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ഉണ്ടായിക്കഴിഞ്ഞു പിന്നെ പന്നി ആക്രമണം. എന്നിട്ട് കേരളത്തിലെ 14 ജില്ലകളിലും ജീവൻ മരണ പ്രശ്നമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം. ഈ സാധനത്തിനെ തടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നലെ കണ്ണൂരിൽ നടത്തിയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു, പിന്നെ കേരള സർക്കാരിന്, സംസ്ഥാന സർക്കാരിന് അതിനൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. ഒന്നും ചെയ്യാനില്ല, അത് കേന്ദ്രമാണ് ചെയ്യേണ്ടത്, എന്നിട്ട് കോൺഗ്രസ് ആവശ്യമില്ലാതെ നമ്മളുടെ നേരെ വരികയാണെന്ന് പറഞ്ഞു. ഇന്നലെ തന്നെ പാലക്കാട് നടന്ന പ്രസംഗത്തിൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞത്, പാലക്കാട് നടത്തിയ പ്രസംഗത്തിൽ ഗോവിന്ദ മാഷ് പറഞ്ഞത് കാട്ടാന പിന്നെ മാർക്സിസ്റ്റ് ഗുണ്ടയാണെന്നുള്ള തരത്തിലാണ് കോൺഗ്രസ്സുകാരുടെ പ്രചാരണം. കാട്ടാന മാർക്സിസ്റ്റ് ഗുണ്ടയൊന്നും ഇല്ലാന്ന് EP ജയരാജൻ പറഞ്ഞിട്ടുണ്ട്, പന്നി കുറുകെ ചാടുന്നതിൽ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം അതിഭയങ്കരമായ ഒരു പ്രശ്നമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത്, പിന്നെ ഈ 7 മാസത്തെ പിന്നെ ക്ഷേമ പെൻഷൻ നിലച്ചു എന്നത് മാത്രമല്ല, പിന്നെ ശമ്പളം തടസ്സപ്പെട്ടത് ഒരു വലിയ പ്രശ്നമാണ്. ശമ്പളം തടസ്സപ്പെട്ട് സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളിടത്തേക്ക് തന്നെ നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ സമയത്ത് തന്നെയാണ് കേന്ദ്രം TNDAയും കൂട്ടി കൊടുത്തതെന്ന് നോക്കണം. 40% TNDAയും കൂട്ടിയിട്ട് ഇവരുടെ ഈ പിരിമുറുക്കത്തെ ഒന്നുകൂടെ കൂട്ടാനുള്ള പണിയാണ് എടുത്തത്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കെ അതിനെ മറികടക്കാൻ, ഇങ്ങനെ നിൽക്കുന്ന ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായിരിക്കുക, ഇത്രയും നല്ല പ്രചരണ സാമഗ്രികൾ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കെ അതിനെ മറികടക്കാൻ CPM എടുക്കുന്ന സ്റ്റെപ്പുകൾ, അത് പിന്നെ ദാവൂദ് പറഞ്ഞതുപോലെ ഇത് ഈസി ആക്കുകയല്ല ചെയ്യുക, കുറച്ചുകൂടി മുറുക്കം കൂട്ടുകയാണ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അവർ ചില കാര്യങ്ങൾ, അവരെന്ന് പറഞ്ഞാൽ പിണറായി എന്നെ 2-3 സ്ഥലത്ത് 2-3 കാര്യങ്ങൾ പറഞ്ഞു വെച്ചു കഴിഞ്ഞു. ഒന്ന്, ഈരാറ്റുപേട്ട സംഭവത്തിൽ എല്ലാ പ്രശ്നവും കഴിഞ്ഞതിന് ശേഷം രഹസ്യമായി വിളിച്ച യോഗത്തിൽ വെച്ചിട്ട് മൂപ്പര് രഹസ്യമായിട്ട് നടത്തിയ ഒരു പ്രസംഗം പിന്നെ ഏത് വഴിക്കാണ് പരസ്യമായി വന്നതെന്നുള്ളത് അന്വേഷിക്കാനുള്ളതാണ്. അവിടെ വർഗീയത ഉണ്ട് എന്ന് പറയുകയും, അത് വർഗീയതമാണ് എന്ന് പറയുകയും, അത് മൂപ്പര് പറഞ്ഞു എന്നുള്ള കാര്യം പുറത്തേക്ക് വരികയും ചെയ്ത സംഭവം അത് ചെറുതൊന്നല്ല. അത് BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനേക്കാൾ വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ സംഗതി വലിയ കയ്യടി ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. അത് ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. അത് ഒരു ഭാഗത്ത് കിട്ടുന്നത് എന്താ വെച്ചാൽ, ഒരു ഭാഗത്ത് ആ തരത്തിൽ വോട്ട് ക്രോഡീകരിക്കാൻ, അല്ലെങ്കിൽ ഈ പോകാനുള്ള വോട്ടിനെ തടഞ്ഞു നിർത്താൻ ഒരു തരത്തിൽ അത് നോക്കും. പിന്നെ ഒന്ന്, വർഷങ്ങളായിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ട് CPM ചെയ്യുന്നൊരു സാധനമാണ് ഏതെങ്കിലും ഒരു അന്താരാഷ്ട്ര വിഷയം. ഇവിടെ പിന്നെ സദ്ദാം ഹുസൈനെയും പിന്നെ അതേപോലെ തന്നെ യാസർ അറഫത്തിനെയൊക്കെ കൊണ്ടുവന്നിട്ട് പോസ്റ്റ് അടിച്ചിട്ടായിരുന്നു ഇവർ വോട്ട് പിടിക്കൽ. ഇതേ സംഗതി ഇക്കൊല്ലം ചെയ്യാനുണ്ട്. ഇക്കൊല്ലം ഗസയുണ്ട്. ഇത്തരം സംഗതികൾ കൊണ്ട് വടക്ക് എടുക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരിക്കില്ല തെക്കെടുക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ്. ഇത് രണ്ടും എടുത്തിട്ട് ഇത്തരത്തിൽ ഇതിൻ്റെ അണ്ടർ കറൻസ് ഉണ്ടാവും. പക്ഷേ ഇത്തവണ കാണാൻ പോകുന്നത് കേരളത്തിൽ അണ്ടർ കറൻസ് പോലും വർഗീയമായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തോളം ഒരു ക്ലീൻ രാഷ്ട്രീയ മത്സരത്തിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെങ്കിലും ആ രാഷ്ട്രീയത്തെ പേടിക്കുന്നവർ, രാഷ്ട്രീയത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് അന്തർധാര പോലും വർഗീയമാക്കി മാറ്റുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു മുറുകിയ തെരഞ്ഞെടുപ്പായിരിക്കും എന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ഘട്ടത്തിലുള്ള പ്രശ്നം ഇതാണ്, കോൺഗ്രസ്സിന് ഈ സാധ്യതകളൊക്കെ ഇപ്പോൾ തന്നെ കോൺഗ്രസ്സിന് ഞങ്ങളുടെ മുഖ്യ ശത്രു BJP ആണ് എന്ന് കോൺഗ്രസ്സിന് പറയേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ കരുണാകരൻ്റെ മകൾ ആ പാർട്ടിയിലാണ്, പിന്നെ ഇതിൻ്റെ ആൻ്റണിയുടെ മകൻ ആ പാർട്ടിയിലാണ്. കഴിഞ്ഞ തവണ പിണറായി വിജയനെതിരെ കോൺഗ്രസ് നിർത്തിയിരുന്ന സ്ഥാനാർത്ഥി ആ പാർട്ടിയിലാണ്. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മമ്പർസികതാവനല്ല, മറ്റേ ഇയാള് പിന്നെ രഘുനാഥ് പിന്നെ ആ പാർട്ടിയിലാണ്. ഇങ്ങനെയൊക്കെ ആണ് ഉണ്ടായിരിക്കെ ഞങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഞങ്ങളാണ് BJPയുടെ മുഖ്യ ശത്രു, ഞങ്ങളാണ് BJPക്കെതിരെ പൊരുതുന്നതെന്ന് പറയാൻ അവർ നിർബന്ധിതരായി കഴിഞ്ഞു. ആ സമയത്തും CPM അവരെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് അവരല്ല BJPയുടെ ശത്രു, അവർ BJPയുടെ ശത്രുവല്ല, അവർ BJPയുടെ B ടീമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ചൂടാവാനും കൂടുതൽ മുറുകാനുമാണ് സാധ്യത
എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അപ്പോൾ സങ്കീർണമായ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തെ കൂടി നമ്മൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ് എന്ന അഭിപ്രായം പറയുകയാണ് നാസർക്ക.